അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു കംപ്ലൈൻറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടി ഏർട്ടിയാണ്, ഏകദേശം 20-22 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീറിമിക്ക് വൈബ്രേഷൻ, പിന്നെ വണ്ടി ടയർ കൂരി പോകുന്ന ഒരു ഫീല് വണ്ടി ഓടിക്കുമ്പോൾ. വണ്ടിയുടെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 വീല് ബാലൻസ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയർ ഊരിയതാണ്. ഫ്രണ്ട് വീൽ അയച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ ടയർ 2017 ടയറാണ്, അപ്പോൾ അതെന്തായാലും മാറാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരി കഴിഞ്ഞതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ടയർ നമുക്ക് വിഷ്വലി കാണുമ്പോൾ ഡത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ചെറിയൊരു വിള്ളൽ പോലെ, അതായത് തെർമൽ ക്രാക്ക് എന്ന് കണ്ട മത്തങ്ങ പോലെ ഇരിക്കണുണ്ട്. കറക്റ്റ് നോക്കി ഇങ്ങനെ കറക്റ്റ് അല്ല, അത് അങ്ങോട്ട് ഏറ്റ് കുറച്ചിലൊക്കെ ആയിട്ട് നിൽക്കണ്ട. ഇതിലിപ്പോൾ എയർ കൂടി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ ടെമ്പറേച്ചറും നല്ല ടെമ്പറേച്ചറാണല്ലോ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ടയർ പൊട്ടാനും ചെറിയ ഡിസ്കിന്ന് അല്ലെങ്കിൽ റിമ്മിന്ന് തള്ളി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ടയറൊക്കെ ലോങ് ഒക്കെ പോകുമ്പോൾ ടയർ പൊട്ടി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയാലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു വേളാങ്കണ്ണി പോയപ്പോൾ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ ടയറിൻ്റെ അവസ്ഥ. കണ്ട 2017 ടയറാണ്, വണ്ടി എടുക്കുമ്പോൾ ഉള്ള ടയർ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ടയറും മാറണം. അപ്പോൾ നമ്മുടെ സാമ്പത്തിക മാന്ദ്യം കാരണം നമ്മൾ ഫ്രണ്ടിൽ നല്ല പുത്തൻ ടയർ C8-ൻ്റെ 2 ടയർ നമ്മൾ ഇടാൻ തീരുമാനിച്ചു. ബാക്കിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ടയറാണ്, അതായത് ഇപ്പോൾ പുതിയ ടയറിന് ഏകദേശം ഒരു 4700 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 4 ടയറും മാറി വരുമ്പോൾ ഏകദേശം നല്ല എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല ടയർ C8-ൻ്റെ ഇട്ടിട്ടുണ്ട്, ഒരു 4600 ആ റേഞ്ചിലേക്കുള്ള ടയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ 2024 ടയർ. അപ്പോൾ നിങ്ങളും ടയർ മാറുമ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജിങ് കറക്റ്റായിട്ടില്ലേ നോക്കുക. അതിൽ മാസം ഇയറാണ് വരിക. അപ്പോൾ 2024 ടയറാണ് നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാറുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ 2 ടയർ മാറിയത്. കണ്ട ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, നല്ല കംപ്ലയിൻ്റ് ആണ്. ചിലപ്പോൾ അത് നമുക്ക് വലിയ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. ബാക്കിലത്തെ 2 ടയർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ അത്താണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ വാറണ്ടിയിൽ മാറുന്ന ടയറുകളില്ലേ, അത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഇത് കറക്റ്റായിട്ട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി റൂട്ടിലാണ്. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ അൻവർക്കാണ്, ഇക്കയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ വിളിച്ച് പറഞ്ഞ കാരണം ഇക്ക 2 ടയർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചേട്ടന്മാർ ചടയെന്ന് വെച്ചിട്ട് നമുക്ക് മാറി തരും. അപ്പുറത്ത് ഒരേ ടൈമിൽ തന്നെ നമുക്ക് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ അൻവർക്ക് നമുക്കൊരു വേണ്ടി 2 ടയർ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട നല്ല ഡെപ്തും കാര്യങ്ങളുള്ള നല്ല ടയറാണ്. ഇത് നമുക്ക് എയർ ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് കയറ്റി തരാം. ഷോപ്പ് എനിക്ക് തോന്നുന്നു 10 മണി തൊട്ട് 7 മണി വരെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞ കാരണം ആ ചേട്ടൻ പെട്ടെന്ന് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ കടയിൽ ഇത്തിരി സ്റ്റോക്ക് കുറവാണ്, പക്ഷേ ഇത് നമുക്ക് ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. സ്റ്റോക്ക് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടയറിൻ്റെ അവസ്ഥ. ഒരു ലൈൻ പോകുന്നതാണ്. പിന്നെ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ആകെ ഒരു ഏച്ചക്കുറച്ചിൽ. ഇത് ബൾജ് ചെയ്താണ് ഉണ്ടല്ലേ. നമുക്ക് ടയറിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു തെർമൽ ക്രാക്കും ഇങ്ങനത്തെ ഒരു ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ ലൈൻ പോയത് കണ്ട നമുക്ക് വീഡിയോയിൽ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ബൈക്കിൻ്റെയും പുതിയ ടയറുകളൊക്കെ ഇവിടെ സെയിലാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മാരുതിയുടെ ബ്രീസയ്ക്ക് വരുന്ന ടയറാണ്. ഇത് പാച്ചൊന്നുമില്ല, ഇത് എന്തോ ടയർ അലോയി മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ച ടയറാണ്. ഇതാണ്ട് ഇതിങ്ങനെ പാർസൽ ചെയ്ത് വന്ന ടയറാണ്. ഇത് ഇത്തിരി എമൗണ്ട് കൂടും, യോക്കോമയുടെ ആണ്. ഇത് നല്ല ടയറാണ്, അതായത് ഒരു പാച്ച് പോലും ഇല്ലാത്ത ടയറാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഫോർച്യൂണറിൻ്റെ ടയറൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തേക്കും കുറേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടയറുകളുണ്ട്. നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ വന്നാൽ മതി. ഇപ്പോൾ ഇത്തിരി സ്റ്റോക്ക് കുറവാണ്, തിങ്കളാഴ്ച ആയിട്ട് വരുന്നു പറഞ്ഞുള്ളത്. അപ്പോൾ എനിക്ക് 2 ടയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം സാൻഡ്രോൻ്റെ ബാക്കിലത്തെ 2 ടയർ ഇതുകൂടി ആക്കാണ്ട്. അപ്പോൾ 4 ടയർ പുത്തൻ ടയർ പോലെ ഇരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഡെയിലി ഓടുന്നൊന്നുമില്ല. ഡെയിലി പോകുമ്പോൾ ഞാൻ പറയാം, ഡെയിലി ലോങ്ങ് പോകുന്നവരൊക്കെ ആണെങ്കിൽ പുത്തൻ ടയർ മേടിച്ചിട്ടോ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കാര്യങ്ങളൊക്കെ ഓട്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ധൈര്യം ഇട്ടിട്ടോ, നോ പ്രോബ്ലം. കാരണം ഞാനൊരു 1.5 കൊല്ലമായി ഞാൻ ഈ ടയർ ഇട്ടിട്ട് എനിക്ക് ഇന്നേ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ പല കസ്റ്റമേഴ്സും ഇനോവയിലൊക്കെ ഈ ടയർ ഇട്ടിട്ടുണ്ട്, കോളീസിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മാരുതിയിലെ പല വണ്ടിയിലും നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നേരം ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് അത്ര ഈ പാച്ച് പലരും പറയുന്നുണ്ട് പാച്ച് ടയർ പൊട്ടും, ആ ഗ്രൈൻഡ് ചെയ്ത ഭാഗമൊക്കെ പൊട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് പുത്തൻ ടയർ മേടിച്ചിട്ടോ, നിങ്ങൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് ഏകദേശം നമുക്കൊരു ഓരോ വണ്ടിയുടെ സൈസ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എർട്ടിയുടെ ടയർ നമുക്കൊരു 2300 2500 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡെപ്ത് അതായത് പാച്ച് ഇല്ലാത്ത ടയർ വരികയാണെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് വരും. ഇതൊരു പാച്ച് ഉണ്ടാവും. ആ പാച്ച് എന്ന് പറയുന്നത് കമ്പനിക്കാർ, അതായത് അപ്പോളോ, യോക്കോമ അങ്ങനെ വരുന്ന കമ്പനികൾ പാച്ച് ചെയ്യുന്ന ടയറാണ്, അല്ലാണ്ട് ഇവർ പാച്ച് ചെയ്യുന്ന ടയറല്ല. പിന്നെ വരയുന്ന ടയറുണ്ട്. ഇത് ഒരിക്കലും വരയുന്ന ടയറല്ല. നമ്മൾ കമ്പനിയിൽ വാറണ്ടിയിൽ മാറുന്ന ടയറുകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിലത്തെ 2 ടയറും മാറിയിട്ടുണ്ട്. കണ്ട ഡെപ്തും കാര്യങ്ങളും കണ്ട.
ഇനി നമ്മൾ 4 ടയർ ബാലൻസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ കംപ്ലയിൻറ്റും മാറാൻ ചാൻസ് ഉണ്ട്, മാറും. ഈ ടയറിൻ്റെയാണ് ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ആണ്. ബാക്കിലും ഫ്രണ്ടിലും നല്ല ഡെപ്തും കാര്യങ്ങളുള്ള ടയർ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് മാറാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഷോപ്പിൽ വരാവുന്നതാണ്. ഇങ്ങനത്തെ പാച്ച് ടയറും, പാച്ച് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇങ്ങനത്തെ ടയർ, അതായത് ഇങ്ങനെ ഇത് ബ്രിജിസ്റ്റോൺ ആണെന്ന് തോന്നുന്നു ഈ പേരിൻ്റെ ഭാഗം. ഇത് കമ്പനി ഇവർ ചെയ്യുന്നതല്ല കേട്ടോ, കമ്പനിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും ഉണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് റെഫർ ചെയ്യണതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ വൈബ്രേഷൻ ഇല്ല. ഇപ്പോൾ ടയർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. മറ്റേത് നമുക്ക് ടയർ ഊരി പോകാൻ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഇനി നമ്മൾ 4 വീല് ബാലൻസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് ചെയ്യും. ഈ ബാലൻസ് ചെയ്യണേക്ക് മുമ്പ് ടയറിൻ്റെ എയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 2 സ്ഥലത്തും എയർ അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് വീലും ഭയങ്കര എയർ കൂടുതലായിരുന്നു. അപ്പോൾ എയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓരോ വണ്ടിക്കും എയറിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എയറും കാര്യങ്ങളൊക്കെ വെച്ച് ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് ചെയ്യുമ്പോൾ 2 സൈഡും, അതായത് ടയറിൻ്റെ ഇന്നറും ഔട്ടറും അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് 30ആണ്. അപ്പോൾ ആ സൈഡ് നമ്മൾ അതിൻ്റെ ക്ലിപ്പ് വെയിറ്റ് എന്ന് പറയാം. അലോയ് ആകുമ്പോൾ സ്റ്റിക്കർ വെയിറ്റ് ആണ് ഒട്ടിക്കുക. അപ്പോൾ ആ കാര്യം വെയിറ്റും കാര്യങ്ങളും 2 സൈഡ് ബാലൻസ് ചെയ്ത് അത് ഓക്കെ 4 വീല് ഇതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി സ്മൂത്തായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ടയർ മാറുകയാണെങ്കിൽ 4 ടയർ മാറുകയാണെങ്കിൽ 4 ടയറും ബാലൻസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് ചെയ്യുക. ചിലർ പറയും ഫ്രണ്ട് വീല് മാത്രം ചെയ്താൽ മതിയെന്ന്, ബാക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡ്രൈവുള്ള ഭാഗം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ 4 വീല് ബാലൻസ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്കയായിരിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങൾ പോയാലും നിങ്ങളുടെ വണ്ടി അടിപൊളിയായിരിക്കും. നമ്മളിൽ പലരും ചിലപ്പോൾ ടയറിൻ്റെ ഡെപ്തും കാര്യങ്ങളുണ്ട്, വണ്ടി ഇനി ഓടുന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്ന പലരും ഉണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവും, പക്ഷേ അറിയാത്തവരായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് നിങ്ങൾ ഈ ടയറും കാര്യങ്ങളും അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണത് വളരെ നല്ലതാണ്. ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോഴുള്ള ടയറാവും. അപ്പോൾ പല വണ്ടിക്കും ഓൾട്ടോയ്ക്ക് ആയാലും സാൻഡ്രോയിനായാലും വണ്ടി എടുക്കുമ്പോഴുള്ള ടയറാവും. ആ ടയറൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് മാറണം, വളരെ നല്ലതാണ്. മഴക്കാലത്ത് ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുക കൂടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അപകടം ഇല്ലാണ്ടിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടി ബാലൻസിങ് അലൈൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി അടിപൊളി. ഇപ്പോൾ കംപ്ലയിൻറ്റ് പോയിട്ടാണ്. അപ്പോൾ ടയർ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ ടയർ ഊരി പോകും എന്നുള്ള ഫീലായിരുന്നു. ഇപ്പോൾ വണ്ടി അടിപൊളിയായി. ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇവിടെ മാറിയിട്ടുണ്ട്. വീഡിയോയും കാര്യങ്ങളും ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ.